ഹായ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫാക്ടേഴ്സിനെ കുറിച്ചാണ്. അതായത് ഗ്രിഗർ ജോൺ മെൻഡൽ ഹൈപ്പോത്തസിസ്ഡ് ദാറ്റ് ക്യാരക്ടേഴ്സ് ഫ്രം പാരൻസ് ആർ പാസ്ഡ് ഓൺ ടു ദ ഓഫ് സ്പ്രിങ്സ് ത്രൂ സർട്ടൻ ഫാക്ടേഴ്സ് ദറ്റ് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ ഗാമീറ്റ്സ്. അതായത് മെയിൽ ഗാമീറ്റ്, ഫീമെയിൽ ഗാമീറ്റ്, ഈ ഗാമീറ്റിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, ചില ഫാക്ടേഴ്സ് കുട്ടികളിലേക്ക് പോകുന്നത് കൊണ്ടാണ് നമുക്ക് അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നൊക്കെ സ്വഭാവങ്ങൾ മക്കളിലേക്ക് എത്തുന്നത്. ഇറ്റ് വാസ് ഓൺലി ആഫ്റ്റർ മെൻഡൽസ് പീരിയഡ് ദാറ്റ് ദീസ് ഫാക്ടേഴ്സ് വർ ഡിസ്കവേർഡ് ടു ബി ജീൻസ് ദാറ്റ് ആർ ലൊക്കേറ്റഡ് ഇൻ ദി ക്രോമസോംസ് ഇൻ ദ ന്യൂക്ലിയസ്. അതായത് മെൻഡലിൻ്റെ എക്സ്പെരിമെൻറ്റിന് ശേഷം, മെൻഡൽസ് പീരിയഡിന് ശേഷമാണ് നമുക്ക് എന്ത് മനസ്സിലായത്, അത് ജീൻസാണ്. ആ ജീൻസ് എവിടെയാണ് കാണപ്പെടുന്നത്? ലൊക്കേറ്റഡ് ഇൻ ക്രോമസോംസ്. ആ ക്രോമസോംസ് എവിടെയാണ് കാണപ്പെടുന്നത്? ഇൻ ദ ന്യൂക്ലിയസ്. അതായത് ന്യൂക്ലിയസിനകത്തുള്ള ക്രോമസോമിൽ കാണുന്ന ജീൻസാണ് ഈ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ആ ഫാക്ടേഴ്സാണ് ഹെറിഡിറ്റിനെയും വേരിയേഷനെയും എന്ത് ചെയ്യുന്നത്, ഡിസൈഡ് ചെയ്യുന്നത്. എ ജീൻ ദാറ്റ് ഡിറ്റർമിൻസ് എ ക്യാരക്ടർ ക്യാൻ ഹാവ് ഡിഫറെൻറ്റ് ഫോംസ്. ആ ജീനിൽ നിന്നുണ്ടാവുന്ന സ്വഭാവം വ്യത്യസ്ത ഫോമുകളിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദീസ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ജീൻസ് ആർ കോൾഡ് അല്ലീൽസ്. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. എ ജീൻ യൂഷ്വലി ഹാസ് 2 അല്ലീൽസ്. അതായത് ഇത് ന്യൂക്ലിയസ് ആണ്, ന്യൂക്ലിയസിനകത്ത് ക്രോമസോം ഉണ്ട്, ക്രോമസോമിനകത്ത് ജീനുണ്ട്. ആ ജീൻ എന്ന് പറയുന്നത് നമ്മൾ എടുത്തു നോക്കുമ്പോൾ 2 എണ്ണം, അതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട്. 2 അല്ലീൽസ് ഉള്ളതായിരിക്കും ഒരു ജീൻ എന്ന് പറയുന്നത്. The hybridization experiment shown in the illustration 1.9, the different alleles that determine the characteristics of height are represented by T and T. T and T ആയില്ലേ, ഓക്കെ. അതായത് ഹൈറ്റ് എന്നുള്ള ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ ടോളിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ടി ആണെങ്കിൽ ഡോർഫിനെ നമ്മൾ സ്മോൾ ലെറ്റർ ടി വെച്ചിട്ടാണ്. അതായത് ഒരു ജീനിന്, ഹൈറ്റ് എന്ന് പറയുന്ന സ്വഭാവത്തിനെ കൺട്രോൾ ചെയ്യുന്ന ജീനിന് 2 അല്ലീൽസ് ഉണ്ടാവും. ക്യാപിറ്റൽ ലെറ്റർ ടി ആൻഡ് സ്മോൾ ലെറ്റർ ടി എന്ന് പറയുന്നത്. ഒന്ന് ടോളാണ്, ഒന്ന് ഡ്വാർഫാണ്. ദ അലീൽ ടി റെപ്രസെൻറ്റ് ടോൾ ആൻഡ് ദ അലീൽ ടി സ്മോൾ ലെറ്റർ ടി റെപ്രസെൻറ്റ് ഡോർഫ്. ദ ഒബ്സർവബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഓർഗാനിസം ആർ കോൾഡ് phenotype and the genetic constitution responsible for this character is called genotype. അതായത് എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ് കേട്ടോ. അതായത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരാളുടെ മുഖത്തിപ്പോൾ ഒരു മറുക് പോലത്തെ ഇതുണ്ട്, അതിനെ നമ്മൾ ഫീനോടൈപ്പ് എന്ന് പറയും. ആ മറുകിനൊരു റീസൺ ഉണ്ടായിരിക്കും, അതിനെ നമ്മൾ ജീനോടൈപ്പ് എന്ന് പറയും. ഒരാൾ കുറച്ച് ടോളാണ്, അതായത് അയാൾക്ക് ഹൈറ്റ് കൂടുതലാണ്, അത് അയാളുടെ ഫീനോടൈപ്പാണ്. ആ ഹൈറ്റ് കൂടാൻ വേണ്ടിയിട്ടുള്ള ജീൻ അയാളുടെ ശരീരത്തിലുണ്ടാവും, അതിനെ നമ്മളതിനെ ജീനോടൈപ്പ് എന്ന് പറയാം. നമ്മൾ കണ്ണിൽ കാണുന്നതിനെ ഫീനോടൈപ്പ് എന്നും കാണാത്തതിനെ അതിൻ്റെ റീസണാണ് ജീനോടൈപ്പ് എന്ന് പറയുന്നത്. ഒബ്സർവ് ദ illustration 1.1 of the hybridization experiment where the factors controlling the traits are represented using symbols. Complete the illustration and discuss and prepare notes based on that. ഓക്കെ, ഇവിടെ ടോൾ ആയിട്ടുള്ളൊരു പ്ലാന്റ് ഉണ്ട്. ടോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിയും വെച്ചിട്ടുള്ള ടോൾ പ്ലാന്റ് ഉണ്ട്. ഒരു ഡോർഫായിട്ടുള്ള സ്മോൾ ലെറ്റർ ടിയും ഉള്ളതുണ്ട്. അപ്പോൾ ഇതിൽ ഗാമേറ്റിലേക്ക് പോവുകയാണ് കേട്ടോ, പാരൻറ്റിൻ്റെ. ഇതൊരു അച്ഛനാണ്, അച്ഛൻ്റെ ഗാമേറ്റിലേക്ക് ഒരു വലിയ ടിയും പോയി, ഇവിടെ നിന്ന് ഒരു കുഞ്ഞി ടിയും പോയി. ഇത് രണ്ടും തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഉണ്ടാവുന്ന കുട്ടിക്ക് ടി ആൻഡ് ടി ആണ് വരിക. അത് ടോൾ എന്നുള്ള ക്യാരക്ടറായിരിക്കും. ഇനി നമ്മൾ ഈ ടി എന്നുള്ള, അതായത് ടോളാണ് പക്ഷേ ഡോർഫ് ക്യാരക്ടറും കൂടിയുള്ള ഈ പ്ലാന്റിനെ സെൽഫ് പോളിനേറ്റ് ചെയ്യുമ്പോൾ, അതിനായിട്ട് തന്നെ ക്രോസ് ചെയ്യുന്ന സമയത്താണ് ഇതിൻ്റെ മാജിക്ക് കാണാൻ പോകുന്നത്. അതായത് അവിടെ ഉണ്ടാവുന്ന അച്ഛൻ, ഇത് രണ്ടും സെൽഫ് പോളിനേറ്റ് ചെയ്യാണല്ലോ ചെയ്തത്. ഇവിടെ നിന്ന് ഉണ്ടാവുന്ന 2 തരം ഗാമീറ്റ്സ് ആണ് ഉണ്ടാവുക. ക്യാപിറ്റൽ ലെറ്റർ ടി ഉണ്ട്, സ്മോൾ ലെറ്റർ ടി ഉണ്ട്. ഇവിടെയും ക്യാപിറ്റൽ ലെറ്റർ ടി ഉണ്ട്, സ്മോൾ ലെറ്റർ ടി ഉണ്ട്. ഈ സെക്കൻഡ് ജനറേഷനിൽ ടോൾ എന്നുള്ള ഇത് വരുമ്പോൾ എന്ത് ചെയ്യും, ടി 2 ക്യാപിറ്റൽ ലെറ്റർ ടി വരും, അത് ടോളായിരിക്കും. ഇനി ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്റർ ടിയും കൂടെ വരുമ്പോഴും ടോൾ തന്നെ ആയിരിക്കും. ഇനി ഇവിടെയും ക്യാപിറ്റൽ ലെറ്റർ ടി വരും, അതും എന്താവും, ടോളായിരിക്കും. ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ ടി വരുമ്പോൾ ടോളായിരിക്കും. ഇനി സ്മോൾ ലെറ്റർ ടി വരുമ്പോൾ ഡോർഫായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ടോൾ 3 ടൈപ്പ് ടോളുണ്ട്.
ടോൾ തന്നെ 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ, ഇങ്ങനെ 2 തരമാണ് വരിക കേട്ടോ. അതിൽ സ്മോൾ ലെറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലൊന്നും പ്രശ്നമില്ല. ഇതും ടോളാണ്, ഇതും ടോളാണ്. ഓക്കെ, പിന്നെ വരുന്ന ഒന്നാണ് ഡോർഫ് എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ ടിയിൽ വരുന്നത്. ഓക്കെ, താങ്ക് യു.